ഇസ്ലാമിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഹംസ റളിയല്ലാഹുവിന്റെ ജീവിതം അത് മുസ്ലിങ്ങൾക്കും മക്കയിൽ നിന്ന് വളരെയേറെ സഹായം ചെയ്യുന്നുണ്ട്. കാരണം ധീരനും ശക്തനും ആയിരുന്ന ഹംസ റളിയല്ലാഹു ഇസ്ലാമിലുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ അപഹസിക്കാനും പരിഹസിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ കുറേശികൾ പേടിക്കുന്നുണ്ട്. കാരണം ഹംസ റളിയല്ലാഹു അവർക്കെതിരെ പ്രതികരിക്കുമെന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിക ആശ്ലേഷം മുസ്ലിങ്ങൾക്ക് വളരെ വലിയ ഊർജമാണ് നൽകുന്നത്. പിന്നീട് ദാറുൽ അർക്കമിൽ പോയി പ്രവാചകന്റെ കൂടെ ഒരുപാട് കാലം അദ്ദേഹം ഖുർആൻ പഠിക്കുകയും പ്രവാചകന്റെ എല്ലാ അധ്യാപനങ്ങളും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ധീരമായ ഒരു പ്രവൃത്തി നടക്കുന്നത് പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥയിലാണ്. എല്ലാവരും വളരെ രഹസ്യമായിട്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ആ സമയത്ത് ഹംസ റളിയല്ലാഹു തന്റെ ഊരിപ്പിടിച്ച വാളുമായിട്ട് കഅബയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്കെതിരെ അവസാനമായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, എന്നോടും നേരിടാനുണ്ടോ എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം കഅബയുടെ അടുത്ത് നിന്ന് നടത്തുന്നത്. പക്ഷെ അദ്ദേഹത്തെ നേരിടാനോ അദ്ദേഹത്തിനെതിരെ പോരാടാനോ ആരും തയ്യാറായിരുന്നില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നത്.